ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചപ്പാത്തിൻ്റെയും പൂരിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈസി ബോംബെ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഇതിനായിട്ട് എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുകൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഉഴുന്നൊക്കെ ഒന്ന് മൂത്ത് വരണം. അത്രയും സമയം ഒരു മിനിറ്റോളം ഒന്ന് മൂപ്പിച്ചെടുക്കാം, ഉഴുന്നൊക്കെ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട്. ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. 2 or 3 നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരണം. ആ പച്ച ടേസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് കനം കുറച്ചിട്ടല്ല, കുറച്ച് കനത്തിൽ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ചേർത്തിട്ടുണ്ട്. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരുപാട് വഴന്നിട്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവാളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നോളും. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരുപാട് സമയം ഒന്ന് അടച്ച് വെക്കേണ്ട, ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. ആ സമയം കൊണ്ട് തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരും. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കറിയിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതാണ് ഈ കടലമാവ്. അപ്പോൾ കടലമാവിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. ആദ്യം കട്ടയൊന്നുമില്ലാതെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച കുത്തുന്നൊരു മണം പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കടലമാവിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് പാനിലേക്ക് ഒഴിച്ച ഉടനെ പെട്ടെന്ന് കുറുകി വരും. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു ഗ്രേവി തിളച്ച് വരുന്ന സമയത്തിന് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും 1 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് കുറച്ചൊരു കുറുകിയിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു 1.5 കപ്പിലും വെള്ളം കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ നോക്കുക, നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറുകി വരുന്നതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 1.25 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഗ്രേവി വേണ്ടത്. നമ്മളിത് ചെറുതായിട്ടും തണുക്കുമ്പോൾ കുറച്ചൊന്ന് കുറുകി വരും കടലമാവ് ആയതുകൊണ്ട്. ഇനി കറി നന്നായിട്ട് തിളച്ച് വന്നാൽ നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളിയുടെ പുളി നോക്കിയിട്ട് കറിയിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി 2 നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചേർത്തിട്ടുള്ള പുളിയും അതുപോലെ എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്താൽ പിന്നെ നമുക്ക് ചൂടോട് കൂടിയിട്ട് ചപ്പാത്തിൻ്റെയും പൂരിൻ്റെയും കൂടെ അടിപൊളി കോംബോ ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിലും സിമ്പിളായിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക.
നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.